ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് പുതിയൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മുടെ തേർഡ് മൊഡ്യൂളിൽ തന്നെ വരുന്ന സസ്റ്റൈനബിൾ ടൂറിസം. സോ ടുഡേയ്സ് അവർ ടോപ്പിക് ഈസ് സസ്റ്റൈനബിൾ ടൂറിസം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മുടെ ഓപ്പൺ കോഴ്സിലെ ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് എന്ന പേപ്പറാണ് നമ്മൾ ഓപ്പൺ കോഴ്സായിട്ട് പഠിക്കുന്നത്. അതിൽ തേർഡ് മൊഡ്യൂളിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ടൂറിസം പ്രൊഡക്ട്സ്, അതിൻ്റെ ടൈപ്സ്, അതുപോലെ തന്നെ എക്കോ ടൂറിസം, അഡ്വഞ്ചർ ടൂറിസം എന്നീ ടോപ്പിക്കുകളൊക്കെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് കവർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ തേർഡ് മൊഡ്യൂളിലത്തെ നെക്സ്റ്റ് ഒരു ടോപ്പിക് സസ്റ്റൈനബിൾ ടൂറിസത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു സസ്റ്റൈനബിൾ എന്നുള്ള വേർഡ് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ് അല്ലേ? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സുസ്ഥിര വികസനം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ സുസ്ഥിര വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലേ? എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് എല്ലാം ഇപ്പോൾ ഇവിടെയുള്ള തലമുറയ്ക്ക് മാത്രമല്ല, ഇപ്പോൾ ഇവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമല്ല, വരും തലമുറകൾക്ക് വേണ്ടി കൂടി ഉള്ളതാണെന്നുള്ള ഒരു ബോധത്തോടെ അതെല്ലാം സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഉള്ള ആ ഒരു ഉപയോഗം, അതിനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ? സുസ്ഥിര വികസനം എന്നൊക്കെ പറയും. അതായത് നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് എല്ലാം ഫ്യൂച്ചർ യൂസിനും കൂടെ അല്ലെങ്കിൽ ഫ്യൂച്ചർ ജനറേഷനും കൂടെ സ്റ്റോർ ചെയ്ത് കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് കൂടെ ഉപയോഗിക്കാവുന്ന രീതിയിൽ അതിനെ പ്രിസർവ് ചെയ്തുകൊണ്ട് ഇപ്പോഴുള്ള ആ നാച്ചുറൽ റിസോഴ്സസിൻ്റെ ഉപയോഗത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സസ്റ്റൈനബിൾ ടൂറിസം? അതായത് സസ്റ്റൈനബിൾ ടൂറിസം മീൻസ് ഇപ്പോഴും നമുക്ക് ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്, അവർക്ക് വേണ്ടി ഒരുപാട് നാച്ചുറൽ റിസോഴ്സസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ നാച്ചുറൽ റിസോഴ്സസ് എല്ലാം ഫ്യൂച്ചർ യൂസിലോട്ടും കൂടെ ആവശ്യമുള്ളതാണെന്നുള്ള രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് ടൂറിസം, അതിനെ നാച്ചുറൽ റിസോഴ്സസിനെയെല്ലാം ഫ്യൂച്ചർ യൂസിലേക്കും കൂടെ സ്റ്റോർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെയെല്ലാം പ്രിസർവ് ചെയ്തുകൊണ്ട് ഇപ്പോഴുള്ള ടൂറിസ്റ്റിൻ്റേതായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം നിറവേറ്റിക്കൊണ്ട് തന്നെ അതിനെയെല്ലാം ഫ്യൂച്ചർ യൂസിലോട്ടും കൂടെ സ്റ്റോർ ചെയ്തിട്ട് കൊണ്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ടൂറിസത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സസ്റ്റൈനബിൾ ടൂറിസം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇറ്റ്സ് എ ഫോം ഓഫ് ടൂറിസം ദാറ്റ് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് ടൂറിസ്റ്റ്. ഓക്കെ, അപ്പോൾ സസ്റ്റൈനബിൾ ടൂറിസം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫോം ഓഫ് ടൂറിസം that meets the needs of tourists and the tourism industry and also the host communities today without compromising the ability of future generation to meet their own needs. അതായത് ഫ്യൂച്ചർ ജനറേഷനും കൂടെ ആവശ്യമുള്ളതാണ് നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് എല്ലാം. അപ്പോൾ അവർക്ക് അവരുടെ ആവശ്യത്തിനും കൂടെ അതെല്ലാം സ്റ്റോർ ചെയ്തുകൊണ്ട് ഇപ്പോഴത്തെ ടൂറിസ്റ്റിൻ്റേതായിട്ടുള്ള അല്ലെങ്കിൽ ടൂറിസം ഇൻഡസ്ട്രിയുടേതായിട്ടുള്ള അല്ലെങ്കിൽ ഹോസ്റ്റ് കമ്മ്യൂണിറ്റിയുടേതായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് നമ്മൾ ഫ്യൂച്ചർ ജനറേഷനും കൂടെ ഉപയോഗിക്കാവുന്ന രീതിയിൽ നാച്ചുറൽ റിസോഴ്സസിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പോവുക. അങ്ങനെയുള്ള ഒരു ടൂറിസത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സസ്റ്റൈനബിൾ ടൂറിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സസ്റ്റൈനബിൾ ടൂറിസം വഴി നമ്മുടെ നാച്ചുറൽ റിസോഴ്സസിനെ ഒന്നും നമ്മൾ ഡിസ്ട്രോയ് അല്ലെങ്കിൽ അതിനൊന്നും ഡാമേജ് വരുത്താതെ തന്നെ അതിനെല്ലാം ഫ്യൂച്ചർ യൂസിലോട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഈ സസ്റ്റൈനബിൾ ടൂറിസം എന്ന് പറയുന്നത് അത് നമ്മുടെ നേച്ചർ ബേസ്ഡ് ടൂറിസം ആവാം, അല്ലെങ്കിൽ നമ്മുടെ കൾച്ചർ ബേസ്ഡ് ആവാം, വൈൽഡ് ലൈഫ് ബേസ്ഡ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഹിസ്റ്റോറിക്കൽ ബേസ്ഡ് ആവാം. അപ്പോൾ ഏത് രീതിയിലുള്ള ടൂറിസം ആണെങ്കിലും അതെല്ലാം നമ്മൾ ഫ്യൂച്ചർ ജനറേഷനും കൂടെ കാണാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഫ്യൂച്ചർ ജനറേഷനും കൂടെ അതെല്ലാം ഉപയോഗിക്കാവുന്ന രീതിയിൽ അതിനെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊണ്ടുപോവുക. അങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് ടൂറിസത്തിനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ടൂറിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സസ്റ്റൈനബിൾ ടൂറിസത്തിൻ്റെ ഗ്രോത്തിൽ നമുക്ക് ലോക്കൽ എക്കണോമിയുടെ ഒരു പാർട്ടിസിപ്പേഷൻ വരുന്നുണ്ട്, ഒപ്പം തന്നെ ടൂറിസ്റ്റിൻ്റെ പാർട്ടിസിപ്പേഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇൻ്റർമീഡിയറീസിൻ്റെ പാർട്ടിസിപ്പേഷൻ വരുന്നുണ്ട്. ഇൻ്റർമീഡിയറീസ് എന്ന് വരുമ്പോൾ
ടൂറിസ്റ്റിൻ്റെയും സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ ഒക്കെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാർ, അതായത് ട്രാവൽ ഏജൻസി ആൻഡ് ടൂർ ഓപ്പറേറ്റേഴ്സ്. സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുമ്പോൾ ടൂറിസം ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ. അതാരൊക്കെയാണ്? നമ്മുടെ അക്കോമഡേഷൻ, ഹോട്ടൽസ്, റിസോർട്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ, നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാനായിട്ട് ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ റോഡ് ട്രാൻസ്പോർട്ടേഷൻ, റെയിൽ ട്രാൻസ്പോർട്ടേഷൻ, വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ, എയർ ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ടൂറിസം ഇൻഡസ്ട്രിയിൽ നമുക്ക് ആവശ്യമുള്ള സർവീസസ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സർവീസ് പ്രൊവൈഡേഴ്സിനെയും ടൂറിസ്റ്റിനും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഇൻ്റർമീഡിയറീസ് എന്ന് പറയുന്നത്. ഈ ഇൻ്റർമീഡിയറീസ് ആയിട്ട് നമ്മൾ പറയുന്ന ആൾക്കാരാണ് ട്രാവൽ ഏജൻറ്റ്സ് ആൻഡ് ടൂർ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ സസ്റ്റൈനബിൾ ടൂറിസം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രകൃതിയിൽ അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിയിൽ അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഒക്കെ ഉണ്ടാവുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റുകളെല്ലാം മാക്സിമം റെഡ്യൂസ് ചെയ്ത് പോസിറ്റീവ് ഇമ്പാക്റ്റുകൾ മാത്രം ഇംപ്രൂവ് ചെയ്തുകൊണ്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ടൂറിസമാണ് സസ്റ്റൈനബിൾ ടൂറിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ ടൂറിസം വഴി ലോക്കൽ എക്കണോമിയിലായാലും അല്ലെങ്കിൽ ലോക്കൽ കമ്മ്യൂണിറ്റിയിലായാലും എൻവയോൺമെൻറ്റിലായാലും ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ് എല്ലാം മാക്സിമം നമ്മൾ കുറച്ചുകൊണ്ട് പോസിറ്റീവ് ഇമ്പാക്റ്റുകൾ ഇംപ്രൂവ് ചെയ്തുകൊണ്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ടൂറിസമാണ് സസ്റ്റൈനബിൾ ടൂറിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സസ്റ്റൈനബിൾ ടൂറിസത്തിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്? സസ്റ്റൈനബിൾ ടൂറിസം എയിം ചെയ്യുന്നത് എന്താണ്? നമ്മൾ ഈ പറയുന്ന ഓരോ ഡെസ്റ്റിനേഷനിലും ഉണ്ടാവുന്ന ബെനഫിറ്റുകൾ മാക്സിമം നമ്മൾ ഇൻക്രീസ് ചെയ്യുക. എന്നിട്ട് ടൂറിസം വഴി ഓരോ ഡെസ്റ്റിനേഷനും ഉണ്ടാവുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ മാക്സിമം റെഡ്യൂസ് ചെയ്യുക. അതാണ് നമ്മുടെ സസ്റ്റൈനബിൾ ടൂറിസത്തിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എയിം ഏത് രീതിയിലാണ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്നത്? അപ്പോൾ സസ്റ്റൈനബിൾ ടൂറിസത്തിൻ്റെ എയിം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് എയിം? ഇൻക്രീസ് ദ ബെനഫിറ്റ്സ് ആൻഡ് ടു റെഡ്യൂസ് ദ നെഗറ്റീവ് ഇമ്പാക്ട്സ് കോസ്ഡ് ബൈ ടൂറിസം ഫോർ ഡെസ്റ്റിനേഷൻസ്. ടൂറിസം വഴി ഓരോ ഡെസ്റ്റിനേഷനിലും ഉണ്ടാകുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ മാക്സിമം റെഡ്യൂസ് ചെയ്യുക. എന്നിട്ട് അവിടെ ഉണ്ടാകുന്ന ബെനഫിറ്റുകൾ നമ്മൾ മാക്സിമം ഇൻക്രീസ് ചെയ്യുക. അതാണ് സസ്റ്റൈനബിൾ ടൂറിസത്തിൻ്റെ മേജർ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എയിം നമുക്ക് എങ്ങനെയൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും? അതിലെന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഈ സസ്റ്റൈനബിൾ ടൂറിസത്തിൻ്റെ എയിം അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്? അതിൽ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് എന്താ? പ്രൊട്ടക്റ്റിംഗ് നാച്ചുറൽ എൻവയോൺമെൻറ്റ്. സെക്കൻഡ് വൺ പ്രൊവൈഡിങ് ഓതൻറ്റിക് ടൂറിസ്റ്റ് എക്സ്പീരിയൻസ്. തേർഡ് വൺ ക്രിയേറ്റിംഗ് സോഷ്യോ എക്കണോമിക് ബെനഫിറ്റ്. ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾ നോക്കിയാൽ മാത്രമാണ് നമുക്ക് സസ്റ്റൈനബിൾ ടൂറിസത്തിൻ്റെ ആ ഒരു എയിം നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ പ്രൊട്ടക്റ്റിംഗ് നാച്ചുറൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വൈൽഡ് ലൈഫ്, നാച്ചുറൽ റിസോഴ്സസ്, അങ്ങനത്തെ എല്ലാം നമ്മുടെ നാച്ചുറൽ എൻവയോൺമെൻ്റ് ആണ് അല്ലേ? അപ്പോൾ പ്രൊട്ടക്റ്റിംഗ് നാച്ചുറൽ എൻവയോൺമെൻറ്റ്, വൈൽഡ് ലൈഫ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് വെൻ ഡെവലപ്പിംഗ് ആൻഡ് മാനേജിങ് ടൂറിസം ആക്ടിവിറ്റീസ്. ടൂറിസം ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്ന ഒരുപാട് നാച്ചുറൽ എൻവയോൺമെൻറ്റ്, നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്. അതെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുക. ആ നാച്ചുറൽ റിസോഴ്സസിനൊന്നും ടൂറിസം വഴി ഒരു തരത്തിലുള്ള ഡാമേജസ് ഇല്ലാതെയും ഒരു തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻ ഇല്ലാതെയും അതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഫ്യൂച്ചർ യൂസിലേക്കും കൂടെ ആവശ്യമുള്ളതാണ് ആ നാച്ചുറൽ റിസോഴ്സസ് എന്നുള്ള ആ ഒരു ബോധത്തിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് പോവുക. രണ്ടാമത് നമ്മൾ പറഞ്ഞത് എന്താ? പ്രൊവൈഡിങ് ഓതൻറ്റിക് ടൂറിസ്റ്റ് എക്സ്പീരിയൻസ് ദാറ്റ് സെലിബ്രേറ്റ് ആൻഡ് കൺസർവ് ഹെറിറ്റേജ് ആൻഡ് കൾച്ചർ. അപ്പോൾ അതായത് നമ്മുടെ ടൂറിസ്റ്റ് എക്സ്പീരിയൻസ് അത് നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുക അല്ലേ? നമ്മുടെ ഓരോ കൾച്ചർ ഹെറിറ്റേജ് ആയിട്ടുള്ള സാധനങ്ങളും ഒക്കെ നമ്മൾ പ്രിസർവ് ചെയ്ത് പോവുക, കൺസർവ് ചെയ്ത് പോവുക. എന്നിട്ട് മാക്സിമം ഒരു നല്ലൊരു ടൂറിസ്റ്റ് എക്സ്പീരിയൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുക. പിന്നെ പറയുന്നത് ക്രിയേറ്റിംഗ് സോഷ്യോ എക്കണോമിക് ബെനിഫിറ്റ് ഫോർ കമ്മ്യൂണിറ്റീസ് ത്രൂ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻകം ഏണിംഗ് ഓപ്പർച്യൂണിറ്റീസ്. നമുക്ക് ഓരോ ഡെസ്റ്റിനേഷനും ചുറ്റിപ്പറ്റി ഒരുപാട് ആൾക്കാരുണ്ടാവും. ലോക്കൽ കമ്മ്യൂണിറ്റീസ് എന്ന് പറയും, അല്ലെങ്കിൽ ലോക്കൽ പീപ്പിൾ. ഓരോ ഡെസ്റ്റിനേഷൻ്റെയും ഓരോ ടൂറിസം ഡെസ്റ്റിനേഷൻ്റെയും
തൊട്ടടുത്ത് കിടക്കുന്ന ആൾക്കാരനെയാണ് നമ്മൾ ലോക്കൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോക്കൽ പീപ്പിൾ, അല്ലെങ്കിൽ ഹോസ്റ്റ് കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഓരോ ഡെസ്റ്റിനേഷനും ഓരോ സ്ഥലത്തും ഓരോ ടൂറിസം ഡെസ്റ്റിനേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോഴും അവിടെ ആ ലോക്കൽ കമ്മ്യൂണിറ്റീസിനും കൂടെ കൂടുതൽ പാർട്ടിസിപ്പേഷൻ കൊടുക്കുക. അവർക്ക് ഒരുപാട് ഓരോ ഡെസ്റ്റിനേഷൻ ഇമ്പ്രൂവ് ചെയ്യുമ്പോഴും അവിടെ ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടാവും. അപ്പോൾ ആ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അവിടെയുള്ള ലോക്കൽ പീപ്പിളിന് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതുവഴി ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻകം ഏൺ ചെയ്യുന്നത് വഴി അവിടെയുള്ള ഓരോരുത്തരുടെയും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂട്ടാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത് ഒരു നല്ലൊരു പോയിൻ്റാണ്. കാരണം നമ്മൾ ഒരു ഡെസ്റ്റിനേഷൻ ഡെവലപ്പ് ചെയ്യാൻ ഒരു എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ, അവിടെ അങ്ങനെ ഒരു ഡെസ്റ്റിനേഷൻ വരുമ്പോൾ അവിടെ ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ആ ഓപ്പർച്യൂണിറ്റീസ് അതിന് അടുത്ത് കിടക്കുന്ന ലോക്കൽ പീപ്പിളിന് അവരുടെ ക്വാളിഫിക്കേഷൻസ് അനുസരിച്ച്, അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ സ്കിൽ അനുസരിച്ചിട്ടുള്ള ജോലികൾ അവർക്ക് തന്നെ കൊടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന ഇൻകം അവരുടെ തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ഡെസ്റ്റിനേഷൻ ഡെവലപ്പ് ചെയ്യുന്നത് വഴി അതിനടുത്ത് കിടക്കുന്ന ആൾക്കാർക്കും കൂടെ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടണം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമാണ് നമുക്ക് ആ സസ്റ്റൈനബിൾ ടൂറിസത്തിന് അതിൻ്റെ എയിം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ നമുക്കിതിൽ പഠിക്കാനുള്ളത് സസ്റ്റൈനബിൾ ടൂറിസത്തിൻ്റെ ഡെഫിനിഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് സസ്റ്റൈനബിൾ ടൂറിസത്തിൻ്റെ പ്രിൻസിപ്പിൾസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ സസ്റ്റൈനബിൾ ടൂറിസത്തിന് മേജറായിട്ട് 10 പ്രിൻസിപ്പിൾസ് ആണുള്ളത്. അത് നമ്മുടെ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. WWF എന്ന് പറയും, വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. അവർ 1991 കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ് സസ്റ്റൈനബിൾ ടൂറിസം പ്രിൻസിപ്പിൾസ്. അത് 10 പോയിന്റ്സ് ആണ് അതിനകത്ത് പറയുന്നത്. ഏതൊക്കെയാണ് ആ 10 പോയിന്റ്സ്? ഫസ്റ്റ് വൺ പറയുന്നത് യൂസിങ് റിസോഴ്സസ് സസ്റ്റൈനബിളി. യൂസിങ് റിസോഴ്സസ് സസ്റ്റൈനബിളി. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? രണ്ടാമത്തെ പോയിന്റ് റെഡ്യൂസിങ് ഓവർ കൺസപ്ഷൻ ആൻഡ് വേസ്റ്റ്. മൂന്നാമത്തത് മെയിൻറ്റെയിനിങ് ബയോഡൈവേഴ്സിറ്റി. നാലാമത്തത് ഇൻ്റഗ്രേറ്റിംഗ് ടൂറിസം ഇൻ ടു പ്ലാനിങ്. അഞ്ചാമത്തത് സപ്പോർട്ടിംഗ് ലോക്കൽ എക്കണോമിക്സ്. ആറാമത്തത് ഇൻവോൾവിംഗ് ലോക്കൽ കമ്മ്യൂണിറ്റീസ്. ഏഴാമത്തത് കൺസൾട്ടിംഗ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് പബ്ലിക്. എട്ടാമത്തത് ട്രെയിനിങ് സ്റ്റാഫ്. ഒമ്പതാമത്തത് മാർക്കറ്റിംഗ് ടൂറിസം റെസ്പോൺസിബിളി. ലാസ്റ്റ് വൺ അണ്ടർടേക്കിംഗ് റിസർച്ച്. ഇത്രയാണ് അതിൻ്റെ അകത്ത് നമ്മൾ മെയിനായിട്ട് പറയുന്ന പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾസ് ഏത് ഓർഗനൈസേഷനാണ് കൊണ്ടുവന്നത്? വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. ഓക്കെ, അവർ 1991 അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു 10 പ്രിൻസിപ്പിൾസ് ആണ് ഈ പറഞ്ഞത്. അപ്പോൾ യൂസിങ് റിസോഴ്സസ് സസ്റ്റൈനബിളി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ടൂറിസം റിസോഴ്സസ് എന്ന് പറയുമ്പോൾ അത് നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്, കൾച്ചറൽ റിസോഴ്സസ് ഉണ്ട്, സോഷ്യൽ റിസോഴ്സസ് ഉണ്ട്, അങ്ങനെ കുറേ റിസോഴ്സസ് ഉണ്ട് നമുക്ക്. ആ റിസോഴ്സസ് എല്ലാം നമ്മൾ ഈ ഒരു ഇപ്പോഴത്തെ ഒരു ആവശ്യത്തിന് മാത്രമല്ല, വരും തലമുറയ്ക്കും കൂടി ആവശ്യമുള്ളതാണെന്നുള്ള രീതിയിൽ അതിനെല്ലാം നല്ല രീതിയിൽ യൂസ് ചെയ്യുക. ഇപ്പോൾ നല്ല രീതിയിൽ യൂസ് ചെയ്താലാണ് നമുക്ക് ഈ നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ ഫ്യൂച്ചർ യൂസിലും കൂടെ ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നമ്മൾ രണ്ടാമത് പറഞ്ഞതായിരുന്നു റെഡ്യൂസിങ് ഓവർ കൺസപ്ഷൻ ആൻഡ് വേസ്റ്റ്. അപ്പോൾ ഓരോ സ്ഥലത്തും നമുക്കറിയാം ഒരുപാട് ആൾക്കാർ വരുമ്പോൾ, ഒരു മാസ് ടൂറിസം അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ ഫ്ലോ ഉണ്ടാകുമ്പോൾ അവിടെ എന്തായാലും വേസ്റ്റിൻ്റെ എമൗണ്ട് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എപ്പോഴും മാക്സിമം വേസ്റ്റ് അവോയ്ഡ് ചെയ്യുക, അല്ലേ? കൂടുതലും റീസ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എൻവയോൺമെൻറ്റിന് ഡാമേജ് ഇല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ അഡോപ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിലും നമ്മൾ ബാറ്ററി പവേർഡ് വെഹിക്കിൾ യൂസ് ചെയ്യുന്നുണ്ട്, ഇല്ലേ? അല്ലെങ്കിൽ പിന്നെ നമ്മൾ പല ഡെസ്റ്റിനേഷൻസും പ്ലാസ്റ്റിക് ഫ്രീ സോണുകളായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഡെസ്റ്റിനേഷനിലുണ്ടാകുന്ന ഓവർ കൺസപ്ഷനും അല്ലെങ്കിൽ ആ ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ മൂന്നാമത് പറഞ്ഞ പ്രിൻസിപ്പിളായിരുന്നു മെയിൻറ്റെയിനിങ് ബയോഡൈവേഴ്സിറ്റി.
അപ്പോൾ മെയിൻറ്റൈനിങ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ഒരുപാട് ഡൈവേഴ്സിറ്റീസ് ഉണ്ട്. നാച്ചുറൽ ഡൈവേഴ്സിറ്റി, സോഷ്യൽ ഡൈവേഴ്സിറ്റി, കൾച്ചറൽ ഡൈവേഴ്സിറ്റി. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ലോങ് ടൈം യൂസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ ഇവിടെയുള്ള ബയോഡൈവേഴ്സിറ്റി ഒക്കെ നല്ല രീതിയിൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് പോവുക, അതിനൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. പിന്നെ നമ്മൾ നാച്ചുറലായ സോഷ്യൽ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഒക്കെ പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു ലോങ് ടൈം സസ്റ്റൈനബിൾ ടൂറിസം നമുക്കപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റും. പിന്നെ പറയുന്ന പ്രിൻസിപ്പിളായിരുന്നു ഇൻ്റഗ്രേറ്റിംഗ് ടൂറിസം ഇൻ ടു പ്ലാനിങ്. ഇൻ്റഗ്രേറ്റിംഗ് ടൂറിസം ഇൻ ടു പ്ലാനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ടൂറിസം ഡെവലപ്മെൻ്റ് ഉണ്ട്. ടൂറിസം ഡെവലപ്മെൻ്റ് എന്ന് പറയുമ്പോൾ അതൊരു ലോക്കൽ ഡെവലപ്മെൻ്റ് ഉണ്ടാവും, നാഷണൽ ഡെവലപ്മെൻ്റ് ഉണ്ടാവും, റീജിയണൽ ഡെവലപ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ ഓരോ സ്ഥലത്തും നമ്മൾ ടൂറിസം ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിനൊരു പ്രോപ്പർ പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ് വേണം. നമ്മൾ ഒരു ലോങ് ടൈം പ്ലാനിങ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഓരോ സ്ഥലത്തും ടൂറിസം ഡെസ്റ്റിനേഷൻ ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ നമുക്ക് ഒരു സംഗതികളും ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നല്ല രീതിയിലുള്ള പ്ലാനിങ്ങും അതിൻ്റേതായിട്ടുള്ള ഒബ്ജക്റ്റീവ്സും ആ പ്ലാനിങ് ചെയ്തതിനനുസരിച്ചുള്ള കോർഡിനേഷനും സ്റ്റാഫിങ്ങും ഡയറക്റ്റിങ്ങും കൺട്രോളിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ടൂറിസത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റും ഉണ്ടാവുള്ളൂ. പിന്നെ ഫിഫ്ത്ത് പ്രിൻസിപ്പിളായിട്ട് പറയുന്നതാണ് സപ്പോർട്ടിങ് ലോക്കൽ എക്കണോമീസ്. സപ്പോർട്ടിങ് ലോക്കൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് അതായത് എക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ട് നമ്മുടെ. അതായത് ഇപ്പോൾ ഓരോ സ്ഥലത്തും ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇല്ലേ. അതായത് ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടേക്ക് ഒരുപാട് ടൂറിസ്റ്റുകൾ വരണം. ടൂറിസ്റ്റുകൾ വന്നിട്ട് അവരവരുടെ മണി സ്പെൻഡ് ചെയ്യണം. ആ മണി സ്പെൻഡ് ചെയ്യുന്നതാണ് ആ ഒരു ഡെസ്റ്റിനേഷനെ സംബന്ധിച്ച് അതിൻ്റെ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻകം നമ്മൾ പല രീതിയിൽ പല വഴിക്ക് പോകും ഇല്ലേ. ഇപ്പോൾ നമ്മൾ റോളിംഗ് ഓഫ് മണി എന്നൊക്കെ പറയും, അല്ലെങ്കിൽ മൾട്ടിപ്ലെയർ എഫക്റ്റ് എന്നൊക്കെ പറയാറുണ്ട്. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ വന്നിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരു ക്യാഷ്, ആ ക്യാഷ് പല രീതിയിൽ നമ്മുടെ എക്കണോമിയിൽ റോൾ ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പം നമ്മളൊരു ഡെസ്റ്റിനേഷനിൽ വന്നു, ഡെസ്റ്റിനേഷനിൽ നമ്മൾ എൻട്രി ടിക്കറ്റ് എടുക്കാനായിട്ട് കാശ് കൊടുത്തു. ആ കിട്ടുന്ന എൻട്രി ടിക്കറ്റ് അവിടുത്തെ ആ ഒരു സൈറ്റിൻ്റെ ആ ഒരു ഡെസ്റ്റിനേഷൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യും. അല്ലെങ്കിൽ ആ കിട്ടുന്ന ഒരു എമൗണ്ട് അവർ അവിടുത്തെ എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യും. അല്ലെങ്കിൽ ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ആവശ്യമുള്ള എന്തെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുക്കുന്ന മണി പല രീതിയിൽ അത് റോൾ ചെയ്ത് പോകുന്നുണ്ട് ഇല്ലേ. അപ്പോൾ നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റീസിനും വേണ്ടിയിട്ട് ആ ഒരു നമ്മുടെ സസ്റ്റൈനബിൾ ടൂറിസം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്ന ഒരു പോയിൻ്റാണ് ഇൻവോൾവിങ് ലോക്കൽ കമ്മ്യൂണിറ്റീസ്. നമ്മളിപ്പോൾ ഓരോ ഡെസ്റ്റിനേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോഴും അവിടെ നമ്മൾ ലോക്കൽ കമ്മ്യൂണിറ്റീസിനും കൂടെ ഇൻവോൾവ്മെൻറ്റ് കൊടുക്കണം. അതായത് ഇപ്പോൾ ഒരു ടൂറിസം ഡെവലപ്പ് ചെയ്യുമ്പോൾ അവിടെ നിന്നുള്ള ബെനിഫിറ്റ് അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റീസിന് കിട്ടുന്ന രീതിയിലുള്ള ഒരു ടൂറിസം ഡെവലപ്മെൻറ്റാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഒരു ഹോട്ടലാണ് നമ്മൾ പണി കഴിപ്പിക്കണമെങ്കിൽ ഓക്കെ, ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ടൂറിസം പ്രൊഡക്റ്റാണ്. ആ ഹോട്ടലിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ, റെസ്റ്റോറൻ്റ് ഉണ്ടാവും ഹോട്ടലിൻ്റെ അകത്ത്, അതിൻ്റെ അകത്തേക്ക് ആവശ്യമുള്ള പച്ചക്കറികളും അല്ലെങ്കിൽ അരി പോലത്തെ സാധനങ്ങളൊക്കെ അവിടെയുള്ള കർഷകരുടെ കയ്യിൽ നിന്ന് തന്നെ നേരിട്ട് വാങ്ങുകയാണെങ്കിൽ ആ കർഷകർക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫുകളായിട്ട് ഇപ്പോൾ നമ്മൾ ഒരു ഹോട്ടലാകുമ്പോൾ അവിടെ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട്, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിന് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഫുഡ് ആൻഡ് ബിവറേജ് സ്റ്റാഫിന് ആവശ്യമുണ്ട്, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ സ്റ്റാഫിലേക്കും അവിടെ അടുത്ത് തന്നെയുള്ള ആൾക്കാരിൽ നിന്ന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ അല്ലെങ്കിൽ അൺസ്കിൽഡ് ആയിട്ടുള്ള സെമി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ സ്കിൽ അനുസരിച്ചുള്ള ജോബുകൾ ഓഫർ ചെയ്യുകയാണെങ്കിൽ അത് അവർക്ക് ഒരു ബെനിഫിറ്റാണ്. അപ്പം തന്നെ അവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഈ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് വരും ചെയ്യും. പിന്നെ വരുന്നതാണ് 7th പ്രിൻസിപ്പിളാണ് കൺസൾട്ടിങ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ദ പബ്ലിക്. നമ്മൾ ഈ ഒരു കൺസൾട്ടിങ് ബിറ്റ്വീൻ ദ ടൂറിസം ഇൻഡസ്ട്രി ആൻഡ് ലോക്കൽ കമ്മ്യൂണിറ്റീസ്, ഓർഗനൈസേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ എസെൻഷ്യൽ. കാരണം നമ്മളിപ്പോൾ ഓരോ സ്ഥലത്തും എന്തെങ്കിലും സംഗതികൾ ഒരു ടൂറിസം ഡെവലപ്മെൻറ്റ് വരുമ്പോൾ അവിടെ ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും പബ്ലിക്കിൻ്റെയൊക്കെ ഒരു
അവരുടെയും കൂടെ ഒരു പാർട്ട്ണർഷിപ്പ് അതിനകത്ത് ആവശ്യമുണ്ട് അല്ലേ, അവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് നമുക്ക് ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമാണ് ഒരു ടൂറിസം ഇൻഡസ്ട്രി നമുക്ക് അല്ലെങ്കിൽ ടൂറിസം ഡെസ്റ്റിനേഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി 8th പ്രിൻസിപ്പിൾ പറയുന്നതാണ് ട്രെയിനിങ് സ്റ്റാഫ്. നമ്മൾ ഓരോ സ്ഥലത്തും ഓരോ സസ്റ്റൈനബിൾ ടൂറിസം പ്രാക്ടീസസ് അല്ലെങ്കിൽ അത് കൊണ്ടുവരുന്ന ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റാഫ്സ് ട്രെയിനിങ് നല്ല എന്താ പറയുക ഹൈ ലെവൽ ഓഫ് ട്രെയിൻഡ് ആയിരിക്കണം. എങ്കിൽ മാത്രമാണ് അവർക്ക് ആ ഒരു ഡെസ്റ്റിനേഷൻ്റെ ക്വാളിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ അതിനനുസരിച്ച് അവർക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളൊരു സസ്റ്റൈനബിൾ ടൂറിസം ഡെസ്റ്റിനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രീതിയിലും സസ്റ്റൈനബിൾ പ്രാക്ടീസസ് ഇല്ലാത്ത ഒരാൾക്കാരെ അവിടെ സ്റ്റാഫായിട്ട് വെച്ചിട്ട് കാര്യമില്ല. ഇപ്പം നമ്മൾ ഓരോ സ്ഥലം പ്ലാസ്റ്റിക് ഫ്രീ സോണുകളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ബാറ്ററി പവേർഡ് വെഹിക്കിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ കുറേ ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ പ്രാക്ടീസസൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അറിയാത്ത സ്റ്റാഫുകളെ അവിടെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ഓരോ ഡെസ്റ്റിനേഷനും വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഡെസ്റ്റിനേഷനനുസരിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ വേണം അവിടെ സ്റ്റാഫായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട്. ഇനി സസ്റ്റൈനബിൾ ടൂറിസത്തിൻ്റെ 9th പ്രിൻസിപ്പിളാണ് എന്ത് മാർക്കറ്റിംഗ് ടൂറിസം റെസ്പോൺസിബിളി. നമ്മൾ ഓരോ ടൂറിസം ഡെസ്റ്റിനേഷനും ഉണ്ടാവും, അത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്താൽ മാത്രമാണ് അവിടേക്ക് കൂടുതൽ ആൾക്കാർ വരുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു എന്താ പറയുക നമ്മുടെ ആ ഒരു ഡെസ്റ്റിനേഷൻ്റേതായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും അതിൻ്റെ ഗുണഗണങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ ആ ഒരു മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമാണ് കൂടുതൽ ആൾക്കാർ ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് അട്രാക്റ്റ് ആയിട്ട് അവിടേക്ക് എത്തിപ്പെടുള്ളൂ. ഇനി നമ്മുടെ ലാസ്റ്റ് പ്രിൻസിപ്പിൾ പറയുന്നത് അണ്ടർടേക്കിംഗ് റിസർച്ച്. നമ്മൾ ഓരോ സൈറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോഴും അതിൻ്റെ ഒപ്പം നമ്മൾ ഓൺഗോയിങ് റിസർച്ചുകൾ ചെയ്യണം, നമ്മൾ അതിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം, അതിന് നമ്മൾ ടൂറിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് കറക്റ്റായിട്ട് ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കണം, ആ ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്യണം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് ആ ഒരു ഡെസ്റ്റിനേഷൻ നേരിടുന്ന പ്രോബ്ലംസ് എന്താണെന്ന് മനസ്സിലാക്കാനും അത് സോൾവ് ചെയ്യാനും ആ ഒരു ഡെസ്റ്റിനേഷനിൽ കൂടുതൽ ബെനിഫിറ്റുകൾ കൊണ്ടുവരാനും അത് ഇൻഡസ്ട്രീനെ ബേസ് ചെയ്തിട്ടായാലും കൺസ്യൂമേഴ്സിനെ ബേസ് ചെയ്തിട്ടായാലും കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ലെവൽ കൂട്ടാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് റിസർച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് പ്രിൻസിപ്പിൾസ് പറയുന്നത്, സസ്റ്റൈനബിൾ ടൂറിസത്തിൻ്റെ പ്രിൻസിപ്പിൾസ്. 10 പ്രിൻസിപ്പിളാണ് നമുക്കുള്ളത്. ഫസ്റ്റ് വൺ യൂസിങ് റിസോഴ്സസ് സസ്റ്റൈനബിളി, സെക്കൻഡ് വൺ റെഡ്യൂസിങ് ഓവർ കൺസപ്ഷൻ ആൻഡ് വേസ്റ്റ്, തേർഡ് വൺ മെയിൻറ്റൈനിങ് ബയോഡൈവേഴ്സിറ്റി, fourth one integrating tourism into planning, fifth one supporting local economies, sixth one involving local communities, seventh one consulting stakeholders and the public, eighth one training staff, ninth one marketing tourism responsibly, and 10th one undertaking research. അപ്പോൾ സസ്റ്റൈനബിൾ ടൂറിസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ടൂറിസം. ഓക്കെ, എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ്സ് എ ഫോം ഓഫ് ടൂറിസം that meets the needs of tourists, the tourism industry and the host communities today without compromising the ability of future generation to meet their own needs. അതായത് നമ്മൾ ഇപ്പോഴുള്ള നാച്ചുറൽ റിസോഴ്സസ് എല്ലാം ഇപ്പോഴത്തെ ടൂറിസ്റ്റിനും ടൂറിസം ഇൻഡസ്ട്രിക്കും ഹോസ്റ്റ് കമ്മ്യൂണിറ്റിക്കും ഒക്കെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ അത് ഫ്യൂച്ചർ ജനറേഷനും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ അതെല്ലാം ഫ്യൂച്ചർ ജനറേഷനും കൂടെ ആവശ്യമുള്ളതാണെന്നുള്ള രീതിയിൽ അതിനെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നമ്മുടെ ആവശ്യങ്ങൾ നടത്തുക. അങ്ങനെയുള്ള ഒരു കൈൻഡ് ഓഫ് ടൂറിസത്തിനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ടൂറിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സസ്റ്റൈനബിൾ ടൂറിസത്തിൻ്റെ മെയിൻ എയിം എന്താണ്? ദ മെയിൻ എയിം ഓഫ് സസ്റ്റൈനബിൾ ടൂറിസം ഈസ് ടു ഇൻക്രീസ് ദ ബെനിഫിറ്റ് ആൻഡ് to reduce the negative impacts caused by tourism for destination. ടൂറിസം വഴി ഓരോ ഡെസ്റ്റിനേഷനിലും ഉണ്ടാകുന്ന ബെനഫിറ്റുകൾ മാക്സിമം ഇൻക്രീസ് ചെയ്തുകൊണ്ട് നെഗറ്റീവ് ഇമ്പാക്റ്റുകളെ മാക്സിമം റെഡ്യൂസ് ചെയ്യുക. അതിനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ടൂറിസത്തിൻ്റെ മേജർ എയിമായിട്ട് പറയുന്നത്. ഈ സസ്റ്റൈനബിൾ ടൂറിസത്തിൻ്റെ എയിം നമുക്ക് ഏത് രീതിയിലൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും? പ്രൊട്ടക്റ്റിംഗ് നാച്ചുറൽ എൻവയോൺമെൻറ്റ്, providing authentic tourist experience and creating socio-economic benefit. ഓക്കെ, അപ്പോൾ സസ്റ്റൈനബിൾ ടൂറിസം എന്ന് പറഞ്ഞാൽ ഇതാണ്. സസ്റ്റൈനബിൾ ടൂറിസം എന്ന് പറയുമ്പോൾ ഭാവി തലമുറയ്ക്കും കൂടെ ആവശ്യമുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ നാച്ചുറൽ റിസോഴ്സസ് എല്ലാം ഫ്യൂച്ചർ യൂസിനും കൂടെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് പ്രിസർവ് ചെയ്തുകൊണ്ട് ഇപ്പോഴുള്ള ടൂറിസ്റ്റിൻ്റെയും ടൂറിസം ഇൻഡസ്ട്രിയുടെയും ആവശ്യങ്ങളൊക്കെ നിറവേറുക.
അങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് ടൂറിസത്തിനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ടൂറിസം എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും സസ്റ്റൈനബിൾ ടൂറിസം എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.